ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നമസ്തേ. ഞാൻ കൃഷ്ണാഞ്ജന അഖിലേഷ്. ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം വിദ്യാധിരാജ ദർശനങ്ങളുടെ സമകാലിക പ്രസക്തി എന്നതാണ്. ആധുനിക കേരളത്തിന്റെ നവോത്ഥാനത്തിന് ശക്തമായ നേതൃത്വവും ദാർശനിക അടിത്തറയും നൽകിയവരിൽ പ്രമുഖനായ ആചാര്യനായിരുന്നു വിദ്യാധിരാജ പരമഭട്ടാരക ശ്രീ ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമൂല എന്ന ദേശത്ത് 1853 ആഗസ്റ്റ് 25 ശ്രീമതി നങ്ങമ്മപ്പിള്ളയുടെയും ശ്രീ വാസുദേവ ശർമ്മയുടെയും മകനായി ജനിച്ച സ്വാമികൾ സ്വപ്രയത്നം കൊണ്ട് ദാരിദ്ര്യത്തിന്റെ ബാല്യകാലത്തെ അനുഭവമാക്കി ജ്ഞാനത്തിന്റെ കൈലാസം കരഗതമാക്കി. 71 വർഷം സ്വജീവിതം പൂർണ്ണമായി ത്യാഗത്തിന്റെ, ജ്ഞാനത്തിന്റെ, കാരുണ്യത്തിന്റെ, സമന്വയത്തിന്റെ, സ്നേഹത്തിന്റെ മഹാപ്രവാചകനായി നമുക്ക് വേണ്ടി നമ്മുടെ മണ്ണിൽ ജീവിച്ചു. ശ്രീ ചട്ടമ്പി സ്വാമികൾ എന്ന യുഗപുരുഷൻ 1924 മെയ് 5 മഹാസമാധിയായി. ആർഷഭാരതർഷി പരമ്പരയുടെ കണ്ണിയായി ജന്മമെടുത്ത് ഭാരതീയ ദർശനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്വൈതത്തെ പുനഃപ്രകാശം ചെയ്തും അഹിംസയും സമന്വയവും സാമൂഹ്യ ജീവിതത്തിലേക്ക് എത്തിച്ച് വസുദൈവ കുടുംബകം എന്ന ആദർശം ഉയർത്തിപ്പിടിച്ച സ്വാമികൾ വിശ്വഗുരുവായി. ജീവിതത്തിൽ പകർത്താനാവാത്ത സിദ്ധാന്തങ്ങൾ നിരർത്ഥകമാണെന്ന് സ്വാമികൾ ഉറച്ചു വിശ്വസിച്ചു. വാക്കിനും ചിന്തയ്ക്കും ജീവനും ചൈതന്യം ഉണ്ടാകണമെങ്കിൽ അത് സ്വയം ജീവിതാനുഭവമാകണമെന്ന് സ്വാമികൾ ലോകത്തെ പഠിപ്പിച്ചു. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ സ്വാമികൾ ആധ്യാത്മികതയും ആധുനിക ശാസ്ത്രവും പരസ്പരം യോജിച്ചു പോകുന്ന സമന്വയത്തിന്റെ ദർശനമാണ് മുമ്പോട്ട് വെച്ചത്. പ്രപഞ്ചത്തെ തള്ളിക്കളയാതെ ശാസ്ത്രീയതയും യുക്തിയും കൊണ്ട് അപഗ്രഥിച്ച് അതിന്റെ ആത്യന്തിക സത്തയെ അറിയുവാൻ ആർക്കും സാധിക്കുമെന്ന് സ്വാമികൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ സത്യം അദ്വൈതമാണ്. അദ്വൈത ദർശനത്തിന്റെ പ്രായോഗികമായ പരിഷ്കരിച്ച ദർശനമാണ് സ്വാമികളുടേത്. ആധുനിക ശാസ്ത്രത്തെ പോലും വെല്ലുന്ന ബുദ്ധിയും യുക്തിയും ആ മഹാഋഷിയുടെ ദർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്വൈതത്തിന്റെ സമത്വ ദർശനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഐത്താചരണവും ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന ജാതിയിൽ ജനിച്ച മനുഷ്യരോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെയും ചൂഷണങ്ങളെയും അടിച്ചമർത്തലുകളും പരാജയപ്പെടുത്തി സ്വാമികൾ. അധസ്ഥിതരെയും സ്ത്രീകളെയും അക്ഷരവിദ്യ അഭ്യസിപ്പിക്കുന്നതിലേക്ക് വേദാധികാര നിരൂപണത്തിലൂടെ സമൂഹ മനസ്സിനെ പരിവർത്തനം വരുത്തിയ മഹാദാർശനികനായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഊർജമാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമെന്ന ആധുനിക ശാസ്ത്രവാദത്തെ നിരാകരിച്ച് പ്രപഞ്ചം ബ്രഹ്മത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് സമർത്ഥിച്ച മഹാഋഷിയാണ് സ്വാമികൾ. അദ്വൈത ചിന്താ പദ്ധതിയിലൂടെ വേദചിന്തയിലെ ശാസ്ത്രീയത സ്വാനുഭവത്തിൽ അറിഞ്ഞ് അനുഭവിച്ച മഹാശാസ്ത്രജ്ഞനായിരുന്നു സ്വാമികൾ. സംസാരത്തിന്റെ സ്വഭാവം ത്രിപുടിയാണെന്നും ത്രിപുടി മാറുമ്പോൾ മാത്രമേ പ്രപഞ്ച രഹസ്യത്തെ അറിയാൻ സാധിക്കൂ എന്നും ഉറപ്പിച്ചു പറഞ്ഞു സ്വാമികൾ. ത്രിപുടി എന്നാൽ അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന വസ്തു, അതായത് ഉപകരണവും പരീക്ഷകനും പരീക്ഷണവുമാണ്. അത് മാറുമ്പോൾ മാത്രമേ സ്വപ്രകാശിതമായ ബ്രഹ്മത്തെ വെളിപ്പെടൂ. നാനാത്വപൂർണമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഏകാത്മകമായ അദ്വൈതം സാക്ഷാത്കരിച്ച് സർവതന്ത്ര സ്വതന്ത്രനാകുക എന്ന സ്വാമികളുടെ മഹാദർശനം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ പേരിൽ കലഹിക്കുന്ന ചൂഷണങ്ങളുടെ ഇന്നത്തെ സമൂഹത്തിൽ വലിയ പ്രസക്തിയുണ്ട്. ഹൃദയം ആത്മീയത കൊണ്ട് തുറക്കണമെന്ന സ്വാമികളുടെ ആഹ്വാനം കാലിക പ്രസക്തമാണ്. അഹങ്കാരം ശമിച്ചാലേ ആത്മജ്ഞാനം ലഭിക്കൂ. അഹങ്കാരരഹിതനാകുക, ത്യാഗിയായിരിക്കുക എന്ന പ്രായോഗിക ദർശനമാണ് സ്വാമികൾ മുമ്പോട്ട് വെച്ചത്. സത്താ സംബന്ധമായ അസ്തിത്വവും ശരീര മനസ്സുകളോട് ബന്ധപ്പെട്ട വ്യക്തിത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാവില്ല എന്ന് സ്വാമികൾ ഉറപ്പിച്ചു പറഞ്ഞു. അസ്തിത്വ ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ട് അദ്വൈതാനുഭൂതി ലഭിക്കുന്നതിന് ദേവീ ദേവന്മാരുടെ ഉപാസനയും ഭക്തിയും ആവശ്യമാണെന്ന് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതിയിലൂടെ സ്വാമികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്വൈതിയായ സ്വാമികൾ ക്ഷേത്രാരാധന പോലും അദ്വൈത ദർശനത്തിലേക്കുള്ള വഴിയാണ് കണ്ടത്. അദ്വൈത ചിന്താ പദ്ധതിയിലൂടെ, വേദാധികാര നിരൂപണത്തിലൂടെ, മോക്ഷപ്രദീപ ഖണ്ഡനത്തിലൂടെ, അങ്ങനെ നിരവധിയായ ലഭ്യമായ ഗ്രന്ഥങ്ങളിലൂടെ ഇന്നും പഠനാർഹമായി നിലനിൽക്കുന്ന
ആ ഗ്രന്ഥങ്ങളെ, ആ മഹാഗുരുവിന്റെ ദർശനങ്ങളെ നമുക്ക് ഇന്നത്തെയും നാളത്തെയും സമൂഹത്തിനായി, ലോക നന്മയ്ക്കായി പഠിക്കാം, പ്രചരിപ്പിക്കാം. നമ്മുടെ രാഷ്ട്ര സ്വത്വമായ വേദജ്ഞാനത്തെ, സത്യത്തെ സ്വാനുഭവത്തിൽ അറിഞ്ഞ് അനുഭവിച്ച് കാലാതീതമായ ദർശനം പകർന്നു തന്നു സ്വാമികൾ. ലോകത്തെ ഭാഷകളുടെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ആദിഭാഷ എന്ന ഭാഷകളെ സംബന്ധിച്ച ദർശനം, ആദി മനുഷ്യനും ആദി ഭാഷയും ശാസ്ത്രീയ യുക്തിയോടെ കണ്ടെത്തിയ മഹാനുഭാവനാണ് സ്വാമികൾ. അഹങ്കാരം ത്യജിച്ച്, ത്യാഗത്തെ വരിച്ച്, സമന്വയത്തിന്റെ അദ്വൈത ബോധത്തിലേക്ക്, ഭ്രമത്തെ ഉപേക്ഷിച്ച്, സത്യത്തെ ദർശിച്ച്, ഓംകാരത്തെ അറിഞ്ഞ്, ജ്ഞാനത്തിലുറച്ച് ബ്രഹ്മത്തെ പ്രാപിക്കുക എന്ന മനുഷ്യധർമ്മം പകർന്നു തന്ന മഹാഗുരുവിന്റെ പാതാരവിന്ദത്തിൽ നാം സ്വയം സമർപ്പിക്കാം. ഓം വിദ്യാധിരാജം മനസാ സ്മരാമി, ഓം വിദ്യാധിരാജം സതതം നമാമി, ഓം വിദ്യാധിരാജം വിമലം ഭജാമി, ഓം വിദ്യാധിരാജം ശരണം വ്രജാമി. എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.